ready to escape to the extraordinary. എല്ലാവർക്കും ഹ്യുസ്ക്വാന സ്വാട്ട് പിലൻ 401-ൻ്റെ ഒരു റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഒരു രക്ഷയില്ല, അടാറ് ലുക്കാണ് വണ്ടി കേട്ടോ. കുറച്ച് പഴയ 250 അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ ബൾക്കിയാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ. അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. ഓവറോൾ ലുക്ക് സൂപ്പർബാണ്, ഒന്നും പറയാനായിട്ടില്ല. വളരെ ഫൺ ടു റൈഡ് മെഷീനാണ്. പവർ ടു വെയിറ്റ് റേഷ്യോ ഒരു രക്ഷയില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നിമ്പിളാണ് വണ്ടി. നമുക്കിങ്ങനെ എന്താ പറയുക, വളരെ പെപ്പിയായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു ബൈക്കാണ് സ്വാട്ട് പിലൻ 401. 399 cc ആണ് എൻജിൻ. DOHC ലിക്വിഡ് കൂൾഡ് ആണ്. അപ്പോൾ പൊളിച്ചോടിക്കാൻ പറ്റിയ പാകത്തിനുള്ള ഒരു എൻജിനാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സ്ക്രാംബ്ലർ മോഡലാണെങ്കിലും ഹൈവേയിലൊക്കെ പൊളിച്ചോടിക്കാൻ സൂപ്പർബാണ്. സീറോ ടു 100 ഒക്കെ വളരെ സിമ്പിളായിട്ടാണ് വലിച്ചെടുക്കുന്നത്. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നമുക്ക് വണ്ടി കുതിച്ച് പായും, അതുപോലത്തെ ഒരു എൻജിനാണ് കണ്ടോ. ഓരോ ഗിയറിലും അത്യാവശ്യം പൊളിച്ച് തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകാം. ഷിഫ്റ്റർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഞാൻ 3-4 ഗിയർ മാറ്റി ഓൾറെഡി. അറിയുന്നില്ല, ഞാൻ പിടിച്ചിട്ടില്ല. വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഷിഫ്റ്റർ സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 70 താഴോട്ട് പോകുമ്പം ടോപ്പ് ഗിയറിൽ, അതായത് 6th ഗിയറിൽ ചെറിയ നോക്കിംഗ് ഉണ്ട്. ശരിക്കും ഒരു ഹൈ റേവിംഗ് എൻജിനാണിത്. അപ്പം അറിയാമല്ലോ, നമുക്ക് ലോ ആൻഡ് ടോർക്കൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ അഗ്രസീവായിട്ടുള്ള റൈഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണിത്. അപ്പോൾ എൻജിൻ്റെ ഒരു ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ ലോ ആൻഡ് ടോർക്ക് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്യണം. ഓരോ ഗിയറിലും നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ള ഗിയർ ഷിഫ്റ്റ് നടത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള ഒരു എൻജിൻ നോക്കിങ്ങും നമുക്ക് ഫീൽ ചെയ്യും. പൊളിച്ചോടിക്കാൻ ഒരു എക്സ്ട്രാ ഓർഡിനറി 400 cc ബൈക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് 46 bhp ആണ്. 8500 RPM-ലാണ്. അപ്പം 10,000 RPM വരെ നമുക്ക് റവ് ചെയ്യാൻ പറ്റും. 11,000 RPM-ലാണ് റെഡ് ലൈൻ. അപ്പം ഇതിൻ്റെ ടോർക്ക് നോക്കുകയാണെങ്കിൽ 39 Nm ടോർക്കാണ്. ശരിക്കും ഇതിൻ്റെ പവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4000+ RPM കയറുമ്പോഴാണ്. അപ്പോൾ 4000 ടു അങ്ങോട്ട് പിന്നെ ടോപ്പ് എൻഡിലേക്ക് നല്ല പഞ്ചിയാണ്. ഓവർടേക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. വണ്ടി കൈ കൊടുക്കുന്നതോർന്നും റൈഡ് ബൈ വയർ ത്രോട്ടിൽ ആയതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസീവാണ്. ത്രോട്ടിൽ റെസ്പോൺസൊക്കെ അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓവർടേക്കിംഗ് ഒക്കെ സാധ്യമാവും. പവർ ടു വെയിറ്റ് റേഷ്യോ ആണ് ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും പവർ വളരെ കൂടിയ ഒരു വണ്ടി ആയതുകൊണ്ടും പറക്കും. വൈബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് വൈബ്രേഷൻ ഉണ്ട്. അത് 4000+ RPM ഒക്കെ കയറുന്ന സമയത്ത് ഒരു ചെറിയ ഓവറോൾ ഒരു ചെറിയൊരു തരിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അല്ലാതെ ഓവർ വൈബ്രേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഹൈ റേവിംഗ് എൻജിൻ ആയതുകൊണ്ട് തന്നെ വൈബ്രേഷൻ എക്സ്പെക്റ്റഡ് ആണ്. അതുപോലെ സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് നമുക്കത് ഓവറായിട്ട് അതിനെ കൺസിഡർ ചെയ്യാനും പറ്റില്ല. അപ്പം റേഡിയേറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സോസ്റ്റിൻ്റെ ഡിസൈൻ നോക്കിയാൽ അടിയിൽ കൂടിയാണ് പോയിരിക്കുന്നത്. വളരെ സ്ലീക്കായിട്ടുള്ള ഒരു ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷൻ എനിക്ക് അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. ഡിസൈൻ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും തോന്നി. ബാക്കി ഓവറോൾ അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ 399 cc ലിക്വിഡ് കൂൾഡ് DOHC എൻജിൻ. അപ്പം കംപ്ലീറ്റ്ലി ഒരു നേക്കഡ് സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഓഫ് സെറ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ്. മീറ്റർ കൺസോൾ അടിപൊളിയാണ്. 5 ഇഞ്ച് ഒരു TFT ഡിസ്പ്ലേ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്.
അപ്പം ഇതിനകത്ത് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. സ്പീഡോമീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ ഉണ്ട്, അതുപോലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, ABS, ട്രാക്ഷൻ കൺട്രോൾ, ഓൺ ഓഫ് അതിനുള്ള സിമ്പിളുണ്ട്. ടാക്കോമീറ്റർ ഇവിടെ കാണാം, 1 2 3 4 5 നല്ല രസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, അതുപോലെ ബൈക്ക് ഇൻഫോർമേഷൻ, ട്രിപ്പ് ഇൻഫോർമേഷൻ, സ്പീഡ് കൺട്രോൾ, സെറ്റിങ്സ്, അത്രയും കാര്യങ്ങളാണുള്ളത്. പിന്നെ ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് നമ്മുടെ മീറ്റർ കൺസോളിൻ്റെ ലെഫ്റ്റ് സൈഡ് ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. ഹ്യുസ്ക്വാന സ്വാട്ട് പിലൻ 401 ഇതിൻ്റെ ഡിസൈനെ പറ്റി ആദ്യം സംസാരിക്കാം. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരു DRL ഉണ്ട്, അതുപോലെ LED ഹെഡ്ലൈറ്റ് യൂണിറ്റാണ്, വലിയ ഹെഡ്ലൈറ്റ് യൂണിറ്റാണ്. ഹ്യുസ്ക്വാനയുടെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണഗതിയിൽ വണ്ടിയുടെ ടാങ്കിലൊക്കെ നമുക്ക് വണ്ടിയുടെ പേരായിരിക്കും, പക്ഷേ ഇവിടെ 401 എന്ന ഒരു ബാഡ്ജാണ് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ 250 സ്വാട്ട് പിലൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്വാട്ട് പിലൻ എന്നുള്ള ഒരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ ലൈറ്റായിട്ടാണ്. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത് മോണോഷോക്കാണ്, അത് ഓഫ്സെറ്റ് സസ്പെൻഷൻ സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടും. ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പഴയ 250 അപേക്ഷിച്ചിട്ട്. അപ്പം അടിയൊന്നും തട്ടുന്ന ഒരു പ്രശ്നം വരുന്നില്ല. ഈവൻ ഈ ഒരു എക്സോസ്റ്റ് പൈപ്പ് അടി കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിലും അടി തട്ടുന്ന ഒരു വിഷയം വരുന്നില്ല. പിന്നെ ഹെവി ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ മാത്രമായിരിക്കും നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം വരുന്നുള്ളൂ. പിന്നെ ഇതൊരു മെറ്റൽ ഫിനിഷാണ് ഈ ഒരു സം ഗാർഡ് വരുന്നത്. പിന്നെ ഈ ഭാഗം കുറച്ച് ബെറ്റർ ആക്കാരെന്ന് എനിക്ക് തോന്നി, ആ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഒരു ഏരിയ. അതർവൈസ് ഓവറോൾ ഡിസൈൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. അങ്ങേയറ്റം മിനിമലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് വളരെ സിംപ്ലിസിറ്റി ഉള്ള ഒരു ഫ്ലാറ്റ് ഡിസൈനാണ്. അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ഹ്യുസ്ക്വർണ ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു പാനൽ ഒരൊറ്റ പീസാണ്. അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ളൊരു ടാങ്ക് ഡിസൈനാണ്. പിന്നെ സീറ്റ് എന്ന് പറയുന്നത് നല്ല ലോങ് ആണ്. പഴയതിനേക്കാളും അല്പം കൂടെ വൈഡ് ആക്കിയിട്ട് കുറച്ചും കൂടെ ബെറ്റർ കംഫർട്ട് കൊടുത്തിട്ടുള്ള കുഷ്യനാണ് ഇതിനകത്തുള്ളത്. സീറ്റ് സെറ്റപ്പിൻ്റെ കാര്യം പറയുമ്പോൾ പില്യൻ ഓക്കെ, സിറ്റി റൈഡ്സിലൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം ടോളായിട്ടുള്ള ഒരു റൈഡർ സീറ്റ് സെറ്റപ്പാണ്. മുന്നോട്ട് കയറി വരുന്ന രീതിയിൽ സ്ക്രാംബ്ലർ ടൈപ്പിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പോർഷനിൽ നാരോ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു 5.7 ആ ഒരു ഹൈറ്റിലേക്ക് മേലോട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ആക്സസിബിളാണ്. അതിന് താഴെയുള്ളവർക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തിട്ട് മാത്രം പ്രിഫർ ചെയ്യുക. ഷോർട്ട് ഹൈറ്റ് ഉള്ളവർ സീറ്റ് ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് ഒരു 5.67 മേലോട്ടുള്ളവർക്ക് ഈസി ആയിട്ട് ഇത് ഓടിക്കാൻ പറ്റും. ഹൈറ്റ് ഉള്ളവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ സീറ്റിൻ്റെ ഒരു കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കംഫർട്ടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല, എന്നാൽ തീർത്തും മോശമല്ല എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഇതൊരു പ്രീമിയം ടൈപ്പിലുള്ള ഒരു കുഷ്യൻസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലുണ്ട്. നമുക്കിതിൻ്റെ ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പിരലിയുടെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. സ്കോർപ്പിയൻ റാലി ടയേഴ്സാണ്. അപ്പം നല്ല ഗ്രിപ്പുള്ള ടയറാണ്. ഒരു ഡ്യുവൽ പർപ്പസ് ടയറാണെങ്കിലും നല്ല ഗ്രിപ്പുണ്ട്. റോഡ് ഗ്രിപ്പ് നല്ല രീതിക്കുണ്ട്. അത് ഫ്രണ്ട് ആയാലും റിയർ ആയാലും. എസ്പെഷ്യലി ഇതൊരു 17 ഇഞ്ച് വീൽസാണ്, സ്പോക്ക് വീൽസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം ഇവിടെ സ്പോക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ട്യൂബ്ലെസ് അല്ല, ട്യൂബ്ഡ് ടയേഴ്സാണ്. അതൊരു ഡ്രോബാക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്പോക്ക് വീലിന് പകരം റിം അലോയ് വീൽ സെറ്റപ്പ് കൊടുത്താൽ മതിയായിരുന്നെന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതൊരു ഹെവി സ്ക്രാംബ്ലിംഗ് സെറ്റപ്പിന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ക്രാംബ്ലർ ബൈക്കല്ല. സിറ്റി അല്ലെ ഹൈവേ, അതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ഓഫ് റോഡിൽ ഒരു സ്ക്രാംബ്ലർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു ബൈക്കാണിത്. അതുകൊണ്ട് സ്പോക്ക് വീലിന് പകരം ട്യൂബ്ലെസ് ടയർ വിത്ത് അലോയ്സ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നി. ഫ്രണ്ടിലെ ടയറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 110 സെക്ഷനാണ്, 17 ഇഞ്ച് സ്പോക്ക് വീലാണ് വരുന്നത്. റിയറിലെ ടയർ എന്ന് പറയുന്നത് 150 സെക്ഷനാണ്, അതും 17 ഇഞ്ചാണ് വരുന്നത്. ചെറിയൊരു വീലാണ്. അപ്പോൾ അതുകൊണ്ട് ഗട്ടറൊക്കെ ചാടുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് അതറിയാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ സ്റ്റിഫർ സൈഡിലാണ് സസ്പെൻഷൻ വരുന്നത്. നമുക്ക് റോഡ് സെറ്റപ്പാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു 3rd പോയിൻറ്റിലാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കുറയ്ക്കാനുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കാൻ പറ്റും. അപ്പം ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ടിലും റിയറിലും അഡ്ജസ്റ്റബിളാണ്, ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ്. അത് ഡാമ്പിങ്ങും കംപ്രഷനും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫ്രണ്ടിലും റിയറിലും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയാണ് ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയത്ത്. ഓൺ റോഡ് വരുമ്പം നമുക്ക് സ്റ്റിഫർ സൈഡിലേക്ക് ആക്കാം, ഹൈവേയിൽ നല്ല സ്റ്റെബിലിറ്റി കിട്ടും. അപ്പം അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്വിച്ച് ഗിയേഴ്സ് എന്ന് പറയുന്നത് നല്ല ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് അവർ. കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലിയാണ് ഞാൻ നോക്കിയിട്ട്. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ബ്രേക്ക് ലിവർ എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ്. അതുപോലെ തന്നെ ക്ലച്ച് ലിവർ എന്ന് പറയുന്നതും അഡ്ജസ്റ്റബിൾ ആണ്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആവശ്യാനുസരണം. വളരെ ലൈറ്റായിട്ടുള്ള ഒരു ക്ലച്ചാണ്. കൈക്ക് റെസ്റ്റിനൊന്നും അധികം പെയിനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നല്ല
യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറയാം. ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഗിയർ ലിവർ വളരെ ഷോർട്ടാണ്. സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ടൈം ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ ഓടിക്കേണ്ടി വരും. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ലോ ആൻഡ് ടോർക്ക് ഇഷ്യൂ ഉണ്ട്, നോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഹൈ റവിങ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടൈം കൂടുതലായിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പം കൂടുതലും 1, 2, 3 ആ ഒരു ഗിയേഴ്സിൽ നമുക്ക് ഓടിക്കാൻ പറ്റുള്ളൂ സിറ്റി റൈഡ്സിൽ. ഗിയർ ഷിഫ്റ്റിംഗ് പറയുന്നത് സ്മൂത്താണ്, ഒരു പ്രശ്നമില്ല. സ്റ്റെബിലിറ്റിയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി നല്ല സ്റ്റേബിളാണ്. ഹയർ സ്പീഡിലും അത്യാവശ്യം സ്റ്റെബിലിറ്റി ഇതിനുണ്ട്. ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ, പിന്നെ റിലീസ് ഫ്രെയിമൊക്കെ വരുന്നത് കൊണ്ടും പുതിയ സബ് ഫ്രെയിമൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റി നല്ല രീതിക്കുണ്ട്. പിന്നെ ഫ്ലിക്കബിലിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ടു ഫ്ലിക്കബിൾ ആണ്, വളരെ നിമ്പിളാണ്. ഇത് കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് ട്രാഫിക്കിലൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടിയാണിത്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കൈ കൊടുക്കുന്നവരും വണ്ടി ജമ്പ് ചെയ്ത് അങ്ങനെ നിൽക്കും. അപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ട്രാക്ഷൻ കൺട്രോളൊക്കെ ഓൺ ചെയ്തിട്ട് ഓടിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 200cc ആ ഒരു റേഞ്ചിലുള്ള ബൈക്കൊക്കെ ഓടിച്ചിട്ട് പ്രാക്ടീസ് ഉള്ളവർക്കായിരിക്കും ഇത് നല്ലൊരു അപ്ഗ്രേഡ് ആയിരിക്കും. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.5 ലിറ്റേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ളൊരു ടാങ്കാണ്. നേരത്തെ 9.5 ലിറ്റർ ആയിരുന്നു, അപ്പോൾ അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ മൈലേജിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ യൂസിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 28 to 30 ആണ്. അപ്പം നമ്മളിപ്പോൾ പൊളിച്ചോടിക്കുന്ന ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതൊരു 25, 22 ഒക്കെ വരെ പോകാം. പക്ഷേ ഓവറോൾ നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 28, 30 ആണ്. 30+ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഡീസൻ്റായിട്ട് ഓടിക്കേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു പവറും എൻജിൻ പെർഫോമൻസും ഒക്കെ നമുക്ക് ആ ഒരു ത്രില്ലിന് വേണ്ടിയിട്ടാണ് ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ആ രീതിക്ക് ഓടിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു 400cc സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റില്ലാത്തൊരു മൈലേജ് ഫിഗറാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 171 kg ആണ്. അതായത് ഡ്യൂക്ക് 390ക്ക് വരുന്നത് 168 ആണ്. 390യേക്കാളും ഒരു 3 കിലോ മാത്രമേ കൂടുതലുള്ളൂ. അപ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോയുടെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സിൻറ്റഡ് ബ്രേക്ക് പാഡ്സ് ആണ് വരുന്നത് ഫ്രണ്ടിൽ. അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ഒരു ബ്രേക്ക് ഫീഡ്ബാക്കാണ് ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. 320 mm ഡിസ്ക്കാണ് ഡിസ്ക് സൈസ് എന്ന് പറയുന്നത്. റേഡിയൽ കാലിപ്പേഴ്സാണ് വരുന്നത്, വൈബ്രേഡാണ്. അതുപോലെ റിയറിലെന്ന് പറയുന്നത് വൈബ്രേഡ് തന്നെ 240 mm ഡിസ്ക്കാണ്. റിയറിലെന്ന് പറയുന്നത് പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ബൈറ്റാണ് കിട്ടുന്നത്. അപ്പം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റും വണ്ടി. സൂപ്പർ മോഡുള്ളത് കൊണ്ട് തന്നെ നമുക്ക് റിയർ ABS ഓഫ് ചെയ്തിട്ട് ഓഫ് റോഡിലൊക്കെ നല്ല പൊളി വിളിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ബൈക്കും കൂടിയാണ്. വണ്ടി എനിക്കിഷ്ടപ്പെട്ടു, പവർഫുള്ളാണ്. ഡിസൈൻ ആണ് ഇതിൻ്റെ മെയിൻ USP എന്ന് പറയുന്നത്. ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വണ്ടി പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഒരു യൂറോപ്യൻ ടച്ച് കൊടുക്കുന്ന വണ്ടികൾ എന്ന് പറയുന്നത് അവർ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരുപാട് എന്താ പറയുക, വളരെ ഡീറ്റെയിലിംഗ് ഭീകരമായി ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ വളരെ ക്ലാസ് ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് വൈബ്രൻറ്റ് കളേഴ്സൊന്നുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് സ്വാർട്ട്പിലൻ എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ ബ്ലാക്ക് ആരോ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഗ്രേ ആണ് ഇതിൻ്റെ കളർ ടോൺ ഓവറോൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീറ്റ് പിലാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റിഷ് ആയിട്ടുള്ള ഒരു ടോണാണ്. അത് വൈറ്റ് ആരോ എന്നാണ് അതിൻ്റെ മീനിങ്. പ്രൈസിങ് ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 2.92 lakhs ആണ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസിന് ഇത് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർത്താണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്, ബിൽഡ് ക്വാളിറ്റി നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് വരുന്നത് നല്ല ഒരുപാട് ഫീച്ചേഴ്സ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു അടിപൊളി മീറ്റർ കൺസോൾ അത് കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട് ആൻഡ് റിയർ സസ്പെൻഷൻ സെറ്റപ്പ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പം പിന്നെ പിരലിയുടെ ടയേഴ്സ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പം ശരിക്കും വർത്തായിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു പവർ എന്തൂസിയാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി ഇഷ്ടപ്പെടും. പിന്നെ എസ്പെഷ്യലി ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്ന സംഗതി ഒരു റെട്രോ, മോഡേൺ റെട്രോ, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിസ്റ്റിക്കും കൂടെ ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഈ വണ്ടിയുടെ ഡിസൈൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് പോയിൻറ്റ്സും മൈനസ് പോയിൻറ്റ്സും ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ലുക്സാണ്. പിന്നെ വരുന്നത് ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ, പിന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ, നല്ല അടിപൊളി ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്,
ക്വിക്ക് ഷിഫ്റ്റ് പ്ലസ് ഉണ്ട്, അതുപോലെ ABS 2 മോഡുണ്ട്, സൂപ്പർ മോട്ടോ ഉണ്ട്, സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വർത്തായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പവർ കിക്ക് ചെയ്യുന്നതിന് കൈയും കണക്കുമില്ല, വാരി വിതറുന്ന ടൈപ്പിലുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസാണ്. റൈഡ് ബൈ വയർ ത്രോട്ടിൽ ആയതുകൊണ്ട് തന്നെ ഫ്യൂലിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ട്. അത് റിഫൈൻമെൻറ്റിൻ്റെ ഒരു പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിഫൈൻമെൻറ്റ് കൊടുത്താൽ ഈ വണ്ടി അടിപൊളിയായിരിക്കും. പിന്നെ സ്പോക്ക് വീലിന് പകരം ഇതൊരു ട്യൂബ്ലെസ് ടൈപ്പ് അല്ല, അപ്പം അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. ട്യൂബ്ലെസ് ഈ ഒരു പ്രൈസിൽ കിട്ടില്ല എങ്കിലും സ്റ്റിൽ അവർ അത് പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇതൊരു മൈൽഡ് ഓഫ് റോഡ് സ്ക്രാംബ്ലർ സെറ്റപ്പിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പോക്ക് വീലിന് പകരം അലോയ്സ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. പിന്നെ ബ്രേക്ക് ഫീഡ്ബാക്ക് റിയറിലെ അല്പം കൂടെ മെച്ചപ്പെടുത്താമെന്ന് തോന്നി. മറ്റൊരു കാര്യം, കുറച്ചും കൂടെ കംഫർട്ട് കൊടുക്കുന്ന സെറ്റപ്പിലാണ് ഇതിൻ്റെ ഒരു എർഗണോമിക്സ് വരുന്നതെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറച്ചും കൂടെ മികച്ചൊരു ബൈക്കായിട്ട് മാറും. എന്തായിരുന്നാലും ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ഒക്കെ അടിപൊളിയാണ്. അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് ഈ റിവ്യൂവിൽ പറയാനുള്ളത്. അപ്പം ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ഇവിടെയായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കീട് വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.